ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്സുകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ്. ഈ ധനവാന്റെയും ലാസറിന്റെയും ഉപമ എന്ന് പറയുന്നത് ഈശോ പറഞ്ഞ കഥകളിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥയാണ്. നമുക്ക് ഈശോ പറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. ധൂർത്തുപുത്രന്റെ കഥയുണ്ട്, അല്ലെങ്കിൽ വിധക്കാരന്റെ ഉപമയുണ്ട്, നല്ല സമരിയാക്കാരന്റെ കഥയുണ്ട്. അങ്ങനെ ഈശോ പറഞ്ഞതിൽ ഒരു ക്രിസ്ത്യൻ വേൾഡ്, ഒരു ക്രിസ്തുമതത്തിനകത്ത് നിൽക്കുന്ന ആളുകൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കാണുന്നതും, എന്നാൽ ക്രിസ്തുമതത്തിന് പുറത്തും ആളുകൾ വലിയ താല്പര്യത്തോടു കൂടി വായിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകളാണ് ഈശോയുടെ കഥകൾ. അതിൽ വളരെ പ്രസിദ്ധമായ കഥകളിൽ ഒന്നാണിത്. ഈ കഥ കുറച്ചുകൂടി റിലീജിയസ് ആണ്. കാരണം ഇതിനകത്ത് ഇങ്ങനെ മരണവും മരണാനന്തര ജീവിതവും സ്വർഗവും നരകവും ഇതെല്ലാം ഇങ്ങനെ ഈ കഥയ്ക്കകത്ത് വരുന്നുണ്ട്. ഇതാണ് ഈ കഥയുടെ ഒരു പ്രത്യേകത. കരുണയുടെ സുവിശേഷം, ദരിദ്രപക്ഷ സുവിശേഷം എന്നൊക്കെ പറയപ്പെടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ ഈ കഥ കാണുന്നത്. ഈ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈശോ പറഞ്ഞ കഥകളിൽ ഒരൊറ്റ കഥ, ഈ കഥ ഒഴികെ വേറൊരു കഥയിലും കഥാപാത്രത്തിന് പേര് ഈശോ നൽകിയിട്ടില്ല. ഇതിനകത്ത് മാത്രമേ ലാസർ എന്നൊരു പേര് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ഈശോ നൽകുന്നുള്ളൂ. അതായത് ഈശോയ്ക്ക് വേറെ എല്ലാ കഥകളും പറയുന്നുണ്ട്. അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ഈ കഥാപാത്രങ്ങളെക്കാൾ ഈശോയ്ക്ക് വളരെ വ്യക്തിപരമായി സ്നേഹമുണ്ട് എന്ന് ഈശോ എടുത്തു പറയുന്ന ഒരാളാണ് ഈ ധനവാന്റെ പടിവാതിക്കൽ കിടക്കുന്ന മനുഷ്യൻ ലാസർ. ലാസർ എന്ന വാക്കിന്റെ അർത്ഥം എലയാസർ എന്ന വാക്കിൽ നിന്ന് വരുന്നു. ദൈവം മാത്രം സഹായത്തിനുള്ളവർ എന്ന വാക്കാണ് ലാസർ എന്ന വാക്കിന്റെ അർത്ഥം. അതൊരു മനോഹരമാണ്. ഈശോയുടെ, നമുക്കറിയാം, ഈശോയുടെ 12 പേരടങ്ങുന്ന ശിഷ്യഗണത്തിന് പുറത്ത് ഈശോയ്ക്ക് ഏറ്റവും അധികം സൗഹൃദവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു കുടുംബം ലാസറിന്റെ കുടുംബമാണ്. ലാസറിന്റെ മരണത്തിന് ഈശോ കരഞ്ഞു. ലാസർ മരിച്ചു എന്ന് പറയുമ്പോൾ ഈശോ കരഞ്ഞു എന്ന് പറയുന്നതിന് വായിക്കുന്നു. അപ്പൊ ഈ ലാസർ എന്ന് പറയപ്പെടുന്ന ഈശോയ്ക്ക് വളരെ പ്രിയപ്പെട്ടാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ദേവസഹായമുള്ളവരുടെ തിരുനാൾ നമ്മൾ കണ്ടിരുന്നു. യഥാർത്ഥത്തില് ലാസർ എന്ന പേര്, ദേവസഹായം, നീലകണ്ഠപിള്ള ലാസർ എന്ന പേര് സ്വീകരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഈശോയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്ന പേരെന്ന രീതിയിൽ ആ മനുഷ്യൻ ആ പേര് സ്വീകരിച്ചിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ദൈവം സഹായത്തിന് എത്തും എൻ്റെ എന്ന പ്രതീക്ഷയോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യനായിട്ടാണ് നമ്മൾ ആ വിശുദ്ധ നീലകണ്ഠപിള്ള ലാസർ ദേവസഹായത്തെ നമ്മൾ കാണുന്നത്. എന്നാണെങ്കിലും ഈ കഥയിലേക്ക് വരാം. ഈ കഥ നമ്മൾ പലയാവർത്തി അതിൻ്റെ പല ആംഗിളിൽ നിന്നും പല വരികൾ, പല വാക്കുകൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മളിവിടെ ചിന്തിക്കുന്നത് ഈ മനുഷ്യൻ, ഈ ധനവാന്റെ വസ്ത്രത്തെ കുറിച്ചാണ്. ധനവാന്റെ വസ്ത്രം, ഈ സുവിശേഷഭാഗം ആരംഭിക്കുന്ന പറയുന്നുണ്ട്, അക്കാലത്ത് യേശു ഫരിസേയരോട് അരുൾ ചെയ്തു, ഒരു ധനവാൻ ഉണ്ടായിരുന്നു, അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ചിരുന്നു. ചെമന്ന പട്ടും ഇങ്ങനെ സ്വന്തം ശക്തിയിൽ ആശ്രയമർപ്പിച്ച് അതിൽ ശരണപ്പെട്ട് വേറൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്ന ഒരു ധനവാൻ. നമ്മൾ ഇന്നത്തെ ഒന്നാം വായന വായിക്കുമ്പോഴത്തേക്ക് തുടങ്ങുന്ന ഇങ്ങനെയാണ്. ജെറമ്യ 17:5 തുടങ്ങുന്ന ഇങ്ങനെയാണ്: കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്നും ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ കുറ്റിച്ചെടി പോലെയാണ്, കരിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് വചനഭാഗം ആരംഭിക്കുന്നത്. അപ്പൊ കർത്താവിനെ ആശ്രയിക്കാതെ തന്നിൽ തന്നെ ആശ്രയിക്കുന്നവൻ മറ്റുള്ളവരെ ആരെയും പരിഗണിക്കുന്നില്ല. ഉപേക്ഷിക്കാനുള്ള പാപം വളരെ ഗൗരവമേറിയതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സുവിശേഷഭാഗം അല്ലെങ്കിൽ കഥ കൂടിയാണിത്. കാരണം നമ്മൾ പറയുന്നുണ്ട്, വിചാരത്താൽ, വാക്കാൽ, പ്രവർത്തിയാൽ, ഉപേക്ഷയാൽ. സത്യത്തിൽ ഇതിനൊരു ഗ്രേഡ് ഉണ്ട്. വിചാരത്തിൽ പാപം ഉണ്ടാവുന്നു, അത് വാക്കായി മാറുന്നു, കുറച്ചുകൂടി ശക്തി പ്രാപിച്ചത് പ്രവൃത്തിയാകുന്നു, കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉപേക്ഷയിലാവുന്നത്. അതായത് സൂപ്പർലേറ്റീവ് സിൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു കാര്യം ഉപേക്ഷയുള്ള ഭാവമാണ്. മൈന്യൂട്ട് ഫോം ഓഫ് സിൻ എന്നൊക്കെ പറയുന്നത് വിചാരത്തിൽ, ചിന്തയിൽ, അതിൻ്റെ ഒരു ഇച്ചിരി കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത രീതിയാണ് വാക്കിലേക്ക് വരുന്നു, പിന്നെ പ്രവൃത്തിയിലേക്ക് വരുന്നു. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമേറിയ പാവമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ കണ്ടിട്ട് നമ്മളിങ്ങനെ മരവിച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല, ഉപേക്ഷയുള്ള പാവം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഈ സൂക്ഷ്മതയ്ക്ക് വരുമ്പോൾ ചെമന്ന പട്ട് ധരിച്ചൊരു മനുഷ്യൻ, നമുക്ക് ഈ ചെമന്ന പട്ട് ധരിച്ച് ഈശോ തന്നെ നിൽക്കുന്ന രംഗം സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. മലയാളം ബൈബിളിൽ ചെമന്ന വസ്ത്രം ധരിച്ചു, ചെമന്ന പട്ട് ധരിച്ചു നമ്മൾ വായിക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം
27 28 വാക്യവും യോഹന്നാൻ സുവിശേഷം 19 2 വാക്യം. ഇവിടെ നമ്മൾ വായിക്കുന്നതിനാണ് മത്തായി 27-28 പറയുന്നതിനാണ്, അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചെവന്ന പുറംകുപ്പായം അണിയിച്ചു. ചെവന്ന പുറംകുപ്പായം അണിയിച്ചു. സ്കാർലറ്റ് റോബ് എന്നാണ് അതിന് ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നത്. സ്കാർലറ്റ് റോബ്, ഒരു കടും ചുമപ്പ് മേലങ്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ചെവന്ന മേലങ്കി അവനെ അണിയിച്ചു. ചെവന്ന മേലങ്കി അവനെ അണിയിച്ചു. അവിടെ ഇങ്ങനെ റെഡ് എന്നോ സ്കാർലറ്റ് എന്നല്ല പറയുന്നത്, പേർപ്പിൾ റോബ് എന്നാണ് ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നത്. പേർപ്പിൾ റോബ്. മലയാളം ബൈബിളിലേക്ക് തർജ്ജമയിൽ വന്നപ്പോൾ ഈ സ്കാർലറ്റ് റോബ് എന്നുള്ളത് ചെവന്ന പുറംകുപ്പായമായി, പേർപ്പിൾ റോബ് എന്ന് പറയുന്നത് ചെവന്ന മേലങ്കി എന്നാണ്. ഇപ്പൊ ചെവന്ന മേലങ്കി തന്നെയാണ് ഇത്. ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവൻ ചെവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ചു. ഈ മൃദുല വസ്ത്രങ്ങൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ വേറൊരു ഈശോ പറയുന്നുണ്ട്. ഈ സ്നാപയോഹന്നാന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് എന്ത് കാണാനാണ്? മൃദുല വസ്ത്രം ധരിച്ചവനെ കാണാനോ അതോ കാറ്റത്താടുന്ന ഞാണ് കാണാനോ? അത് രണ്ടുമല്ല സ്നാപകൻ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം മൃദുല വസ്ത്രം ധരിക്കാത്ത, ചുവന്ന വസ്ത്രം ധരിക്കാത്ത സ്നാപകൻ എന്ന രീതി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈശോ തന്നെ ചുവന്ന വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. നമുക്കിതിൻ്റെ ഒരു പഴയ നിയമത്തിൽ ഈശോയെ കുറിച്ചുള്ള, ഈ സഹനദാസിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഏശയ്യായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 1-ാം അധ്യായത്തിലും 63-ാം അധ്യായത്തിലും നമ്മളിത് വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി തരും. ഈ കടും ചുമപ്പെന്ന് വീട് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് സ്കാർലറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കടും ചുമപ്പ്. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാം. ഇവിടെ കടും ചുമപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെ കുറിച്ചാണ്. നമ്മുടെ പാപങ്ങളുടെ കടും ചുമപ്പ് വസ്ത്രത്താൽ മൂടപ്പെട്ട് നിൽക്കുന്ന കൈകെട്ടപ്പെട്ട ഈശോ, എച്ച് ഹോമോ, പീലാത്തോസിന്റെ അരമനയിൽ ഇങ്ങനെ ചുവന്ന വസ്ത്രം ധരിപ്പിച്ച് ഈശോയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പീലാത്തോസ് പറയാണ്, ഇതാ മനുഷ്യൻ, ബിഹോൾഡ് ദ മാൻ, എച്ച് ഹോമോ, ഇതാ മനുഷ്യൻ. ഇപ്പൊ മനുഷ്യന്റെ വേദനകളോട് താതാത്മ്യം പ്രാപിച്ച ദൈവത്തിന്റെ പ്രതീകം, ദൈവമാണ് ഈശോ. അപ്പം ആ ദൈവം മനുഷ്യന്റെ പാപങ്ങളോടും മനുഷ്യന്റെ സഹനങ്ങളോടും മനുഷ്യന്റെ വേദനകളോടും താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്ന ദൈവത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പീലാത്തോസ് പറയുന്നത്, ഇതാ മനുഷ്യൻ എന്ന് പറയുന്നത്, ബിഹോൾഡ് ദ മാൻ. അപ്പൊ ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ എന്താണ് ഈ മുൾക്കിരീടം അണിഞ്ഞ് ചുവന്ന മേലങ്കി ധരിച്ച് പീലാത്തോസിന്റെ അരമനയിൽ കൈ കെട്ടപ്പെട്ട് അടികൊണ്ട് രക്തം മാറി നിൽക്കുന്ന ഈശോയെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് മനുഷ്യന്റെ പാപങ്ങളാണ്. കടും ചുമപ്പ്, നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയാക്കും എന്ന് പറഞ്ഞ ആ കടും ചുമപ്പ് പാപങ്ങളെ പേറി നിൽക്കുന്ന മിശിഹായെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് വീണ്ടും 63-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് ക്രോധത്തിന്റെ കടും ചുമപ്പിനെ കുറിച്ച് പറയുന്നു. ക്രോധത്തിന്റെ കടും ചുമപ്പ് ആ ഒരു ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഏദോമിൽ നിന്ന് വരുന്നത് ആര്? രക്താംബരം ധരിച്ച് ഇസ്രായേലിൽ നിന്നും വരുന്നത് ആര്? തന്റെ മഹനീയമായ വേഷവിധാനത്തോടെ ശക്തിപ്രാഭവത്തോടെ അടിവെച്ചടുക്കുന്നത് ആര്? നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കുവാൻ ശക്തിയുള്ളവനുമായി ഞാൻ തന്നെ. നിന്റെ വസ്ത്രം ചെമന്നിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മേലെങ്കി മുന്തിരിശക്ക് ചവിട്ടുന്നവന്റെ പോലെ ആയിരിക്കുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ ഈ പ്രവചനം, യേശയ്യാ പ്രവചനത്തിൽ വരുന്ന വരികളാണ്. അത് പറയുന്നതിനാണ്, മുന്തിരിശക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി, ജനങ്ങളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്താൽ ഞാനവരെ ചവിട്ടി, ക്രോധത്തിൽ ഞാനവരെ മെതിച്ചു, അവരുടെ ജീവരക്തം എൻ്റെ മേലെങ്കിൽ തെറിച്ചു, എൻ്റെ വസ്ത്രം കറ പുരണ്ടു. അപ്പോൾ മനുഷ്യന് മേൽ ശിക്ഷ നടപ്പിലാക്കുന്ന ദൈവം അവന്റെ രക്തം വീണ മേലങ്കിയുമായി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വായിക്കുന്നത്. എൻ്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടി മെതിച്ചു, എൻ്റെ ക്രോധത്താൽ ഞാൻ അവരെ ഞെരിച്ചു, അവരുടെ ജീവരക്തം ഇതാ എൻ്റെ വസ്ത്രത്തില് എന്ന് പറയുന്ന ഒരു ക്രോധത്തിന്റെ ചുമപ്പിനെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയും ഈ ചുമപ്പ്, ഈ തെറിച്ചു വീണ ചുമപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപങ്ങളാണ്. നമുക്ക് എന്തായാലും ഈ 63-ാം അധ്യായത്തിലെ ഈ കടും ചുമപ്പ്, ഈ ചവിട്ടി മെതിച്ചു ശിക്ഷിച്ചു എന്ന് പറയുന്നതിന് ആ ഒരു ഭാഗം മാറ്റിവെക്കാം. നമുക്ക് 1-ാമത്തെ അധ്യായത്തിലത്തെ ഭാഗം തന്നെ 1:18 വാക്യം തന്നെ നമുക്ക് എടുക്കാം. നിന്റെ വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കാം. ഈശോ പറയാണ്, ഞാൻ ധരിച്ചു നിൽക്കുന്ന ഈ ചുമപ്പ് അത് നിന്റെ പാപങ്ങളാ. എൻ്റെ രക്തം കൊണ്ട് ചുമന്നു പോയ എൻ്റെ ശരീരം നിന്റെ പാപങ്ങളാ എന്ന് പറയുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കുക. ഈശോ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നൊരു വസ്തുത, ഇവിടെ ധനവാൻ
യഥാർത്ഥത്തിൽ അവൻ്റെ പാപത്തിൻ്റെ രക്തവർണ്ണം അണിഞ്ഞ് പടിവാതിൽ കിടക്കുന്ന ദരിദ്രനായ ലാസറിനെ കാണാതിരിക്കുമ്പോൾ യേശു മറുവശത്ത് മനുഷ്യന്റെ പാപങ്ങളാകുന്ന കടും ചുമപ്പ് ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ട് മനുഷ്യനെ തിരക്കി ഇറങ്ങി വരുന്നു, കരുണയോടെ ഇറങ്ങി വരുന്നു, പടിവാതിക്കിലേക്ക് ഇറങ്ങി വരുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ തീർത്തും ദൈവത്തെ മനുഷ്യനിൽ കാണാൻ സാധിക്കാത്ത മനുഷ്യന്റെ പ്രതീകമായി ക്രിസ്തു പറയുന്ന കഥയിലെ ധനവാൻ നിൽക്കുമ്പോൾ ക്രിസ്തു അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അതിനെ മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട്, അവനെ മാറ്റിക്കൊണ്ട് തന്നെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. മനുഷ്യന്റെ വേദനകൾ അറിയാൻ പറ്റുന്ന കടും ചുമപ്പ് വസ്ത്രം ധരിച്ച് ഇറങ്ങി വരുന്ന മിശിഹായാണ് ഞാൻ, രക്ഷകനാണ് ഞാൻ എന്ന് പറയും. അപ്പം ഇങ്ങനെ യേശുവിന്റെ മരണമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് ഈ കഥയിൽ ഇവിടെ വായിച്ചെടുക്കാണ്ട് സാധിക്കും. ഈ കഥ അവസാനിക്കുന്ന ഒരു ഭാഗം കൂടി പറയാം. ഇങ്ങനെ ബാക്കി ഒരു ഭാഗങ്ങൾ വായിക്കും, പക്ഷെ അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഈശോ പറയുന്നുണ്ട്. ഇവരിങ്ങനെ പറയുകയാണ്, ഈ ധനവാൻ പറയുകയാണ്, അബ്രഹാമെ ലാസറിനെ ഭൂമിയിലേക്ക് അയക്കണമേ, എൻ്റെ കുറച്ച് സഹോദരന്മാരും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ അവന്മാരും ഇതേ സ്വഭാവത്തിനുള്ളവന്മാരാ. അപ്പം ഇവൻ ചെന്ന് അവരോട് പറഞ്ഞാൽ അവർ കേൾക്കും. അപ്പം അബ്രഹാം പറയാ, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, തോറ നബിയും അവർക്കുണ്ടല്ലോ. ലിഖിതങ്ങളാ, വചനത്തെ കുറിച്ച് അറിയാം, ബൈബിളിനെ കുറിച്ച് പറയുന്നത്. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അല്ലെങ്കിൽ വചനവും ആരാധനയും ഉണ്ടല്ലോ, തോറ നബിയും ഉണ്ടല്ലോ. അപ്പൊ പിന്നെന്തിനാണ് മരിച്ച ഒരാളെ എഴുതുന്നത്? പിന്നെ തോറായും നബിയും ഗൗരവമായി പരിഗണിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവരെ കെത്തുബിയും ഗൗരവമായി പരിഗണിക്കാൻ പോകുന്നില്ല. അതായത് നിയമവും പ്രവചനങ്ങളും ഗൗരവമായി പരിഗണിക്കുന്നില്ല. മോശയും പ്രവാചകന്മാരെയും ഗൗരവമായി അവർ പരിഗണിക്കുന്നില്ല എങ്കിൽ മരിച്ചവരിൽ നിന്നും ഒരാൾ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അവർ അതിനെ കേൾക്കാൻ പോകുന്നില്ല. ഈ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചെല്ലാൻ പോകുന്നു പറയുന്നത് ഈ കഥയിൽ യഥാർത്ഥത്തിൽ ലാസറ. പക്ഷെ നമുക്കറിയാം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചെല്ലുന്ന ആൾ ഈശോയാണ്. ഈശോയെ കുറിച്ച് തന്നെ നമ്മൾ ഈ കഥയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതിന്റെ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ്: നിയമവും പ്രവചനങ്ങളും കേട്ടവർ തിരുത്തുന്നില്ല എങ്കിൽ ഇനി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ മിശിഹ ചെന്നാലും അവർ കേൾക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പം ബൈബിൾ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ബൈബിൾ ഉപയോഗിച്ച് ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ തിരുത്തിയാലും നമ്മൾ തിരുത്തപ്പെടാൻ പോകുന്നില്ല എന്നൊരു കൗതുകകരമായ വാക്യത്തോടു കൂടിയാണ് ഈ ഭാഗം, സുവിശേഷ ഭാഗം അവസാനിക്കുന്നത്. ബൈബിളിനെ ഗൗരവമായി പരിഗണിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച രൂപാന്തരീകരണത്തിന്റെ സംഭവം അങ്ങനെ അതിൻ്റെ ഒരു വിശകലനത്തോടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കുറച്ചും കൂടി ഒന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ കൂടി നമുക്ക് ഈ വചനഭാഗത്തെ സ്വീകരിക്കുകയും ചെയ്യാം. നമ്മൾ മോശയെയും പ്രവാചകന്മാരെയും മരിച്ചവരിൽ നിന്നും മോശയും പ്രവാചകന്മാരെയും ഗൗരവമായി പരിഗണിക്കുക വഴി മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവും പഠിപ്പിക്കുന്ന സ്നേഹത്തെയും ഗൗരവമായി പരിഗണിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ധനവാന്റെ ചുവന്ന മേലങ്കി ധരിച്ചു നിൽക്കുന്നതിന് പകരം കൈകെട്ടപ്പെട്ട ഈശോയുടെ ചുവന്ന മേലങ്കി ധരിച്ചു നിൽക്കുന്ന, പടിവാതിൽ കിടക്കുന്ന ദരിദ്രനോട് കരുണ കാണിക്കുന്ന മിശിഹായെ മാറാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ആ കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് അനുഗ്രഹിക്കട്ടെ.